Happy Independence Day to all of you. I am very happy to be with you on this marvelous occasion because I too was a parent of this superb institution. My acquaintance with this marvelous institution starts from 1996 onwards. My two sons, one is a lawyer and the second one is a doctor, were being molded by this institution. So one thing I can say to my dear students and their parents, this is the right institution where you reached. Because this is an institution where the real education is being imparted. What is real education is the question here. Nowadays, we know our education institutions became factories to produce professionals, lawyers, doctors, engineers, etc. No, man is being produced. Education means it is the manifestation of divinity that already in man. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈശ്വരീയതയെ, ദൈവികതയെ, മാനവികതയെ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയപ്പെടുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ ആരാവണം, എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെന്താണ് ഉത്തരം പറയുക? നമ്മൾ പഠിക്കുന്നത് നല്ല മനുഷ്യനാവാൻ വേണ്ടിയാണ്. നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് നല്ല മനുഷ്യനാവാൻ വേണ്ടിയാണ്, അല്ലേ? നല്ല മനുഷ്യനായാലേ നല്ല അധ്യാപകനാവൂ, നല്ല വക്കീലാവൂ, നല്ല ജഡ്ജാവൂ, നല്ല ഡോക്ടറാവൂ, നല്ല എഞ്ചിനീയർ ആവൂ. അങ്ങനെ എല്ലാം നല്ലതാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ല മനുഷ്യരാവണം. നല്ല മനുഷ്യരാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല അറിവ് കിട്ടണം, അല്ലേ? ആ അറിവാകുന്ന മധുരമുള്ള തേൻ നൽകുന്ന പൂന്തോപ്പാണ് നിങ്ങളുടെ വിദ്യാലയം. മനസ്സിലായോ? അത്രയും പരിചയസമ്പന്നമായ വലിയ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയം 50 വർഷമായി ഇവിടെ മനുഷ്യനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് we are celebrating the 79th independence of our nation. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 200 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഒരുപാട് പേരുടെ മരണം, ഒരുപാട് പേരുടെ രക്തം, വിയർപ്പ്, പ്രയത്നം, അതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു അപാരമായ മനുഷ്യാവകാശമാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം. കാരണം നിങ്ങൾ, ഈ കുഞ്ഞുങ്ങൾ, അവരെ വളർത്തുന്ന മാതാപിതാക്കൾ, അവരെ വളർത്തുന്ന അധ്യാപകർ, നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സന്തോഷിക്കുന്നതോടൊപ്പം നമ്മൾ അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച മഹാന്മാരായ ധീര സ്വാതന്ത്ര്യ സമര പോരാളികളെ ബഹുമാനിക്കുന്നതോടൊപ്പം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് പുനഃപരിശോധന നടത്തേണ്ട അവസ്ഥയിലാണ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നത് ഒരു മനുഷ്യൻ്റെ
അവിഭാജ്യമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു അവകാശമാണ്. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയും. ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആയതുകൊണ്ട് പറയുന്നതല്ല. ഇന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശമാണ് അവൻ്റെ ജീവവായു. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അറിയുന്നത്. എപ്രകാരമാണോ നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു ഇല്ലാതാവുമ്പോൾ നമ്മൾക്ക് ശ്വാസം മുട്ടുന്നത്, നമ്മൾ മരിക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മരണമാണ്. അതാണ് ഞാൻ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. മനുഷ്യാവകാശം എന്നത് ദോസ് റൈറ്റ്സ് വിത്തൗട്ട് വിച്ച് എ മാൻ കനോട്ട് എക്സിസ്റ്റ് ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ്. മനുഷ്യനെ പോലെ ജീവിക്കാൻ എന്താണോ ആവശ്യമുള്ളത് അതാണ് മനുഷ്യാവകാശം. ആ മനുഷ്യാവകാശത്തെ വ്യാഖ്യാനിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമൊക്കെ സ്വാതന്ത്ര്യത്തോടെ, സമത്വത്തോടെ, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ്. ആ അവകാശം ഇപ്പം നമുക്ക് പൂർണ്ണമായി സിദ്ധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ അവകാശമില്ല എങ്കിൽ, without which we cannot live as a human being, ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല എങ്കിൽ നമുക്ക് മനുഷ്യനെ പോലെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ സ്വതന്ത്രരാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തന്നതല്ല, ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചു വാങ്ങിയതാണ്. ആ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം, എല്ലാവർക്കും തുല്യ നീതി ലഭ്യമാകുന്ന, എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള, എല്ലാവർക്കും സാഹോദര്യത്തോടെ വളർന്നു വലുതാവാനുള്ള ഒരു നേഷൻ ആയി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സ്വതന്ത്രരായത്. അവരുടെ ലക്ഷ്യം അതായിരുന്നു, സാമൂഹ്യ നീതി, സ്വാതന്ത്ര്യം. അതിന് വേണ്ടത് എന്താണോ അതൊക്കെ നമുക്ക് നമ്മുടെ പൂർവികർ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഈ 79ാമത്തെ വർഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാരുടെ സ്വപ്നത്തിന് ഏറ്റ പോറൽ എന്ന് മനസ്സിലാവും. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായി. കോടതികളുണ്ടായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന, ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയാണ്, സാമ്പത്തിക രാജ്യമാണ് നമ്മുടേത്. ആകാശത്ത് വരെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ പോയി വരാൻ കെൽപ്പുള്ള നാടാണ് നമ്മുടേത്. അങ്ങനെ സർവ്വ മേഖലകളിലും, ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത 25 വയസ്സിൽ താഴെയുള്ളവർ 52% നാം യുവാക്കളാണ്. 35 വയസ്സിൽ താഴെയുള്ള യുവാക്കളുടെ ശതമാനം 60-ലേറെ ശതമാനമാണ് നമ്മുടെ ജനസംഖ്യയിൽ. അപ്പം അതുകൊണ്ട് തന്നെ യുവത്വമുള്ള 146 കോടി ജനങ്ങളുള്ള നമ്മുടെ നാട്, നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് എന്ന്, നമ്മുടെ നാടിൻ്റെ ഭാവി, നാളെ എത്തിച്ചേരേണ്ട നമ്മുടെ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ അവരെ മനുഷ്യരാക്കാൻ, സമൂഹ ജീവിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ വിദ്യാലയത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തകർ, ഇവർക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടാവണം എന്നതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ തീം. കാരണം യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിന തീം നമ്മൾ രാജ്യം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ, ഒരുപാട് പേർ ഇന്നും സാമൂഹ്യ നീതിക്ക് അകലെയാണ്. ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പട്ടിണി കൊണ്ട് മരിക്കുന്നു. ഒരുപാട് പേർ ഇന്നും അസ്വതന്ത്രരാണ്. ഒന്ന് ഉറക്കെ മനസ്സിലുള്ളത് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും അന്യനെ സൃഷ്ടിക്കുന്ന ഒരു സമൂഹം,
എന്നെ പോലെ വസ്ത്രം ധരിക്കാത്തവൻ എനിക്ക് അന്യൻ. അപാരമായ അപരവൽകൃതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപരത്വ നിർമ്മിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മുടെ സമൂഹം. എന്നെ പോലെ സംസാരിക്കാത്തവൻ എനിക്ക് അന്യൻ, എന്നെ പോലെ പ്രാർത്ഥിക്കാത്തവൻ എനിക്ക് അന്യൻ, എൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവൻ എനിക്ക് അന്യൻ. അങ്ങനെ നിരന്തരം അന്യന്മാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും ഇത് നമ്മുടെ പൂർവീകരുടെ, നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാന്മാരുടെ, ജീവനും രക്തവും ബലി കഴിച്ച മഹാത്മാക്കളുടെ സ്വപ്നങ്ങൾക്ക് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് ഇന്ന് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെ ഭയാനകമായത് അഴിമതിയാണ്. ഇത് സാധാരണ പറയാറുണ്ട്, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, നമ്മുടെ മനുഷ്യാവകാശത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള പിശാച് എന്ന് പറയുന്നത് കറപ്ഷനാണെന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യം അഴിമതി ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ രാജ്യത്ത് അഴിമതി ഇല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 79 വർഷത്തിനിടെ നമ്മുടെ നാട് എന്തായേനെ ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം. ഇന്ന് പക്ഷേ പണ്ടുള്ളതിനേക്കാൾ അഴിമതിയുടെ കരാളഹസ്തം നമ്മുടെ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഏർലിയർ bribes were being paid for getting wrong things done, but now bribes are being paid for getting right things at right time. നമുക്ക് കിട്ടേണ്ടത് കൃത്യസമയത്ത് കിട്ടാൻ വേണ്ടി, നമുക്ക് അർഹതയുള്ളത് കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് എന്താ? നമ്മളുടെ മക്കളുടെ ഭാവി. അതുപോലെ തന്നെ എല്ലാം നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആത്മാർത്ഥമായി എഴുതാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മൾ സ്വതന്ത്രരായി എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അർഹമായ അവകാശങ്ങൾ ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ, കൃത്യസമയത്ത് ലഭിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും അറിയാതെ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വതന്ത്രരാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിലും ഭയപ്പാടാണ്. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും റോട്ടിൽ ധൈര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തെരുവ് നായ്ക്കൾ, അതുപോലെ തന്നെ അവരെ വേട്ടയാടാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന മരുന്ന് മാഫിയകൾ. അങ്ങനെ ഒട്ടും സ്വതന്ത്രരല്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്നുള്ള മോചനമാണ്, ഭയമില്ലാത്തൊരവസ്ഥയിലാണ്. എവിടെയാണോ മനസ്സ് ഭയമില്ലാതെ വിഹരിക്കുന്നത്, എവിടെയാണോ ശിരസ് ഉയർന്നു നിൽക്കുന്നത്, അവിടെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ സ്വപ്ന ലോകത്ത് വിഹരിക്കാൻ പറ്റുന്ന ഇടം എന്ന് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ പറയേണ്ടായി. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ? നമ്മൾ സ്വതന്ത്രരല്ല. നമുക്ക് ഭയപ്പാടാണ്. നമ്മുടെ മക്കൾ തിരിച്ചു വരുമോ എന്ന് വരെ, നമ്മുടെ മക്കൾ പുറത്തുപോയി തിരിച്ചു വരുന്നത് വരെ നമ്മൾ ആശങ്കയിലാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ അവസ്ഥക്ക് കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യാവകാശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും നിങ്ങൾക്കൊക്കെ ടു ലീവ് ലൈക്ക് എ മാൻ, ടു ലീവ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്, അതിന് വേണ്ട അവകാശങ്ങൾ അതാരുടെയും ഔദാര്യമല്ല. സ്വാതന്ത്ര്യത്തോടെയും സമത്വത്തോടെയും അന്തസ്സോടെയും ജീവിക്കാനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ല. ഇറ്റ് ഈസ് എ റൈറ്റ് വിച്ച് യു ഗെറ്റ് ബൈ യുവർ ബർത്ത്. അതുകൊണ്ടാണ് അതിനെ ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത്, അതിനെ ഇൻഹറൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത്, അതിനെ നാച്ചുറൽ റൈറ്റ് എന്ന് പറയുന്നത്, അതിനെ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അതില്ലാതെ നമ്മളില്ല. അതിനുവേണ്ടിയാണ് സകല സംവിധാനങ്ങളും. നിങ്ങൾ നോക്കൂ, ഓർത്ത് നോക്കൂ, നമുക്കറിയാം. നമ്മളുണ്ടാക്കിയിട്ടുള്ള കോടതികൾ, നമ്മളുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, നമ്മളുണ്ടാക്കിയിട്ടുള്ള സകല ഡിപ്പാർട്ട്മെൻറ്റുകളും എനിക്കും നിങ്ങൾക്കുമൊക്കെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഹോൾ എക്സിസ്റ്റൻസ്, ഓഷോ പറഞ്ഞത് ഇൻ ദ ഹോൾ എക്സിസ്റ്റൻസ് ഓൺലി മാൻ ഈസ് ബോൺ ആസ് ഇൻകംപ്ലീറ്റ് എന്നാണ്. എ ലയൺ ഈസ് ബോൺ ആസ് ലയൺ ആൻഡ് എൻഡ്സ് ആസ് ലയൺ, ബട്ട് മാൻ ഈസ് ബോൺ ആസ് സീഡ് ഓഫ് പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. സാധ്യതകളുടെ വിത്തുമായാണ് നമ്മളെ ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറവിയെടുക്കുന്നത്.
അവന് വളർന്ന് വലുതായി വൻ വൃക്ഷമായി ഈ സമൂഹത്തിന് മുഴുവൻ തേനും പൂവും കായും തണലുമൊക്കെ നൽകാൻ കെൽപ്പുള്ള വൻ വൃക്ഷമാവാൻ സാധ്യതയുള്ള വിത്താണ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും. അവനെ വളർത്താനുള്ള വൻ വൃക്ഷമാക്കാനുള്ള പ്രയത്നമാണ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരാനുള്ള അവകാശം, അങ്ങനെ വളരാൻ വേണ്ടത് എന്തെല്ലാമാണോ അതൊക്കെ അവൻ്റെ അവകാശമാണ്. പക്ഷേ അത് അവന് ലഭിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോകത്തിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ലതിന് അർഹതപ്പെട്ടവരാണ് നമ്മൾ. അത് നമ്മുടെ അവകാശമാണ്. എനിക്ക് സഞ്ചരിക്കാൻ നല്ല റോഡ് വേണം, അതിനുവേണ്ടി നമ്മൾ PWD ഉണ്ടാക്കി. എനിക്ക് ചികിത്സക്ക് ആശുപത്രികൾ വേണം, അതിന് ആരോഗ്യ വകുപ്പ് ഉണ്ടാക്കി. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ വകുപ്പുകളും എല്ലാ മന്ത്രിമാരും മന്ത്രിസഭകളും പാർലമെൻറ്റും ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എൻ്റെയും നിങ്ങളുടെയും മനുഷ്യാവകാശം സംരക്ഷിക്കാനാണ്. അത് മറ്റൊന്നുമല്ല, സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെ തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശം. ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് നമ്മുടെ മക്കളൊക്കെ അപാര കഴിവുള്ളവരാണ്. ലോകത്തിൻ്റെ എല്ലാ കോണിലും തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളാണ്, പ്രത്യേകിച്ച് മലയാളികൾ. പക്ഷേ അതിനപ്പുറം ബന്ധങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്നു, മനുഷ്യനില്ലാതായിക്കൊണ്ടിരിക്കുന്നു. എങ്ങും പിശാചിൻ്റെ തേരോട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പത്രം വായിച്ചാൽ കാണുന്നു, TV തുറന്നാൽ കാണുന്നു, ഒക്കെ അതാണ്. ഇവിടെ മനുഷ്യനില്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പോകും. അതെ, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെങ്കിൽ, നമുക്ക് നമ്മുടെ യുവതലമുറയെ വീണ്ടെടുക്കണമെങ്കിൽ, നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ധീരയോദ്ധാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ, നമ്മുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടെ മനുഷ്യരുണ്ടാവണമെന്നുള്ളതാണ്. ഇതൊക്കെ ഇത്രയും കാലം കൈകാര്യം ചെയ്തിരുന്നവർ മനുഷ്യരായിരുന്നില്ല എന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനാവുക, ആ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബവും ഒക്കെ ഏറ്റെടുക്കേണ്ടത്. അത് ബോധപൂർവമോ അല്ലെങ്കിൽ അറിയാതെയോ ആ മനുഷ്യനെ നിർമ്മിക്കുക എന്നുള്ള പ്രക്രിയയിൽ നിന്നും ഒരുപാട് പിറകോട്ട് പോയതായി തോന്നുന്നു. മനുഷ്യൻ എന്നത് മിനിമം ചിരിക്കാൻ അറിയുക എന്നുള്ളതാണ്. സ്മൈൽ ഈസ് നോട്ട് ദ കോമ്പിനേഷൻ ഓഫ് 5 letters. സ്മൈൽ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 5 qualities എന്ന് പറയാം. S for simplicity, M for magnanimity, I for innocence, L for loyalty and E for enthusiasm. While you smile, അങ്ങനെ ചിരിച്ചാൽ your smile will go miles and miles എന്നാണ്. ഇപ്പം നമ്മളങ്ങനെ ചിരിക്കാറുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചിരിക്കാറുണ്ടോ? അച്ഛൻ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും പറഞ്ഞ് വാങ്ങി തന്നാൽ ചിരിക്കും അല്ലേ? അല്ലെങ്കിൽ അച്ഛനോട് ചിരിക്കുമോ? അമ്മയോട് ചിരിക്കുമോ? ഇല്ല. നമ്മളിപ്പോൾ ചിരിക്കുന്നത് നമുക്കെന്തെങ്കിലും നേട്ടമുണ്ടായാൽ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവൻ എന്തെങ്കിലും കോട്ടമുണ്ടായാൽ, അല്ലേ? അങ്ങനെ ചിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ചിരിക്കാൻ അറിയുന്ന, അങ്ങനെ ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞത് പുഞ്ചിരി ഹലാവയാണെന്നാണ്. ഹലാവ എന്ന് പറഞ്ഞാൽ ഹലുവ എന്ന് പറയും, അല്ലേ? മധുരമുള്ളത് എന്നാണ്. നമ്മുടെ കോഴിക്കോട്ടുകാർ നന്നായി ചിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കോഴിക്കോടിന് ഹലുവ ഇത്രയും ഫേമസ് ആയത്. ഇപ്പം അത്ര ഫേമസ് ഒന്നും അല്ല കേട്ടോ, ഇപ്പം അത്ര മധുരമൊന്നുമില്ല. അപ്പം അതുപോലെ ചിരിക്കാൻ അറിയുന്ന, സ്പർശിക്കാൻ അറിയുന്ന, ടച്ച്. ഇന്ന് പോക്സോ കേസൊക്കെ വന്നതുകൊണ്ട്, കോടതിയൊക്കെ വന്നതിന് ശേഷം ഇപ്പം ഈ ടച്ച് എന്നത് ഒരു ഭയപ്പാടുണ്ടാക്കുന്ന സംഗതി. അതല്ല, ഏതോ 2 വ്യക്തികൾ സ്വകാര്യമായി ചെയ്യേണ്ട ഒരു ഏർപ്പാടാണ് എന്നുള്ളതല്ല. സ്നേഹത്തിൻ്റെ തലോടൽ, കാരുണ്യത്തിൻ്റെ തലോടൽ. അച്ഛനൊക്കെ, നമ്മുടെ ഫാദറൊക്കെ, അദ്ദേഹമൊക്കെ ആ യഥാർത്ഥ മനുഷ്യനാണ് എന്ന് പറയാൻ കാരണം അതാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇട്ട വസ്ത്രം അത് സ്പർശത്തിൻ്റെ വസ്ത്രമാണ്, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ. ആ ഒരു തലോടൽ, അതാണ് സ്പർശം എന്നതും. ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നവനെ പോലും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള മാന്ത്രികതയാണ് സ്പർശം എന്ന് പറയുന്നത്. അങ്ങനെ സ്പർശിക്കാൻ അറിയുന്ന, തുറന്ന കണ്ണുകളുള്ള, തുറന്നു വെച്ച കണ്ണുകളെ ഈറനണിയൂ, തുറക്കാത്ത കണ്ണുകൾ ഈറനണിയില്ല എന്നാണ്. തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ
സഹജീവികളുടെ ദുഃഖം കാണാൻ, അന്യൻ്റെ വേദന കാണാൻ, അന്യൻ്റെ വിഷമം കാണാൻ തുറന്നു വെച്ച കണ്ണുകളുണ്ടാവുകയും ഈറനണിയുന്ന കണ്ണുകളുണ്ടാവുകയും വേണമെന്ന്. അങ്ങനെ തുറന്നു വെച്ച കണ്ണുകളുള്ള, വലിയ കാതുകളുള്ള, അന്യൻ്റെ രോദനം കേൾക്കാൻ മാത്രം കേൾപ്പുള്ള വലിയ കാതുകളുള്ള മനുഷ്യരുണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ തീർച്ചയായും ഈ മഹത്തായ സ്ഥാപനത്തിന് കഴിയും എന്നത് എനിക്കറിയാം. അങ്ങനെയുള്ള മനുഷ്യരെ ഉണ്ടാക്കാൻ വിദ്യാലയങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അത് വീടുകളിൽ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് തിരിച്ചുപോയ സ്നേഹത്തെ കുടുംബത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ മുഴുകുകയും നമ്മുടെ മക്കളെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രം വളരുന്ന മക്കളാക്കാതെ നല്ല മനുഷ്യരാക്കി വളർത്താൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ നമുക്കൊക്കെ മുന്നേറാം. നമുക്കൊക്കെ ഒരുമിച്ച് കൂട്ടായി ഒരു നദിയായി, ഒരു പ്രവാഹമായി പുതിയ മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി ഉള്ള പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ പ്രതിജ്ഞയോടെ ഞങ്ങളൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. യേശുദേവൻ പറഞ്ഞ പോലെ നിങ്ങളെയൊക്കെ മത്സ്യം പിടിക്കുന്നവരല്ല മനുഷ്യനെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കുന്നവരാവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ്.